Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. Xiaomiന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ Xiaomi 12 Pro ആണ്. അപ്പോൾ ഈ ഡിവൈസ് ഇറങ്ങിയിട്ട് 2 ആഴ്ചയോളായി. നിങ്ങൾ ഓൾറെഡി ഒരുപാട് അൺബോക്സിംഗ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആക്ച്വലി ഡിവൈസ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. വേറെ ഡിവൈസസ് അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കിലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു വളരെ ക്വിക്കായിട്ട് ഒരു അൺബോക്സിംഗ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അൺബോക്സിംഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ Xiaomi 12 Proനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഷോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ ആയ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് ഹാർഡ്വെയർ ആണ് ഷോമി ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ Xiaomi 11 Ultra Mi 11 Ultra നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അൺബോക്സ് ചെയ്തിരുന്നു. വളരെ മികച്ച ക്വാളിറ്റി ഹാർഡ്വെയർ ആണ് അത് ഓഫർ ചെയ്തത്, ക്യാമറേൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതിലും ഇമ്പ്രൂവ്മെൻറ്റ് ആണ് ഇതിൽ വരുത്തിയിരിക്കുന്നത്. ഇതിലും ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡിവൈസസ് 8 Gen 1 ചിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് iQOO 9 Pro, സാംസങ്ങിൻ്റെ S22 Plus, അതേപോലെ OnePlus 10 Pro, ഇങ്ങനെ ഒരുപാട് ഡിവൈസസ് ഈ ചിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ കാറ്റഗറിയിലാണ് ഇതിനെ നമുക്ക് പെടുത്താവുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ്, അതേപോലെ ഇത് ബോക്സിനകത്ത് എന്തൊക്കെ വരുന്ന ക്യാമറ സാമ്പിൾസും നമ്മുടെ വിലയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ Xiaomi 12 Proൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഓപ്പൺഡ് ബോക്സാണ്, അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലെഡ്ജ് അൺബോക്സിംഗ് അല്ല ചെയ്യുന്നത്. വളരെ ക്വിക്കായിട്ട് ബോക്സും തുറക്കാം. Xiaomi 12 Pro 5G എന്ന് എഴുതിയാണ്. 50 ക്യാമറ പ്രോ ഗ്രേഡ് ക്യാമറാസ് എന്ന് എഴുതിയതാണ്. കുറച്ചൊരു വലിയ ബോക്സാണ്. അതേപോലെ ബാക്കിൽ വീണ്ടും സ്പെക്സ് എഴുതിയിട്ടുണ്ട്. ക്വാഡ് സ്പീക്കേഴ്സ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. 2 ട്വീറ്റേഴ്സും 2 ബൂഫേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വാഡ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, WQHD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 120 Hz ഹൈപ്പർ ചാർജും ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് തുറക്കുമ്പോൾ കിട്ടുന്നത്. നമുക്കിവിടെ ഒരു സ്മോൾ ബോക്സ് കാണാം. ഇതിനകത്തൊരു കേസ് ഉണ്ട്. അതേപോലെ നമുക്കിവിടെ സാർ വാല്യൂ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ 2 സിം കാർഡ് മാത്രമേ ഉള്ളൂ, SD കാർഡ് സപ്പോർട്ട് ഇല്ല. ഇതിനകത്ത് സാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹെഡ് സാറ് 0.775 ബോഡി സാറ് 0.451 വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. USB Type-C to 3.5mm ഓഡിയോ ജാക്ക്. ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് USB Type-C കേബിൾ വെച്ച് നമുക്ക് പാട്ട് കേൾക്കാം. ഇൻ കേസ് വയർഡ് ഇയർഫോൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ നമുക്കൊരു കേസാണ് കൊടുത്തിട്ടുണ്ട്. കേസിൻ്റെ ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേസ്. അത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി കേസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ്. ഇനി നമുക്ക് ഒരു സിം ഇജക്റ്റ് പിന്നും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി ഒരു ഓപ്പൺഡ് ബോക്സാണ്, അതുകൊണ്ട് അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. ഇതിനകത്തൊരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഒരു 120 watt അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ 120 watt എന്ന് എഴുതി കാണാം. ഇതാണ് ഹൈപ്പർ ചാർജ് 120 watt അഡാപ്റ്റർ. അപ്പോൾ നമ്മളിത് 1-2 Xiaomi ഡിവൈസസിൽ കണ്ടതാണ് ഓൾറെഡി 120 watt ഹൈപ്പർ ചാർജ്. അത് തന്നെയാണ്. അപ്പോൾ ഇത് 18 മിനിറ്റാണ് ഫുൾ ചാർജിന് എടുക്കുന്നത്. 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് വരാം. ഇതിലെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Xiaomi 12 Pro. ആക്ച്വലി ഇതിൻ്റെ ലുക്സ് വളരെ മികച്ച ഒരു ലുക്സാണ്. കാരണം ഇതിൻ്റെ ക്യാമറ ലേഔട്ടും ഒരു ബാക്ക് പാനൽ ഡിസൈനും വളരെ മികച്ചതാണ്. ആക്ച്വലി ആ ഫീല് കിട്ടുന്ന കയ്യിൽ നമ്മൾ എടുക്കണം, എന്നാലേ ആ ഒരു ഭംഗി ഇതിൻ്റെ ആക്ച്വലി ആസ്വദിക്കാൻ പറ്റും. വളരെ മികച്ച ഫിനിഷിംഗ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷാണ്. എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. 2 കളേഴ്സും കൂടി ഉണ്ട്. ഒരു ബ്ലൂ ഉണ്ട്, ഒരു പേർപ്പിൾ കളറും ഉണ്ട്. എല്ലാം തന്നെ മികച്ച കളേഴ്സാണ്. ഇവിടെ കണ്ടില്ല ഈ ക്യാമറ യൂണിറ്റിനും ഒരു മെറ്റൽ ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടില്ല ഓരോ ക്യാമറയ്ക്കും ഒരു കട്ട് ആക്ച്വലി കാണാം. അതന്നെ ഒരു ഭംഗിയുള്ള ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 50 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ക്യാമറയും 50 മെഗാപിക്സലാണ്. അപ്പോൾ Xiaomi ഈ തവണ കളർ കൺസിസ്റ്റൻസിക്കാണ് കുറേ കൂടെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഏത് ക്യാമറയിൽ നിർത്താലും കളേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് Xiaomi അവകാശപ്പെടുന്നത്. അതൊക്കെ നമുക്ക് വിശദമായി പിന്നീട് നോക്കാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ നമ്മൾ കണ്ടില്ല ഒരു കർവ്ഡ് എഡ്ജസ് ആണ് കൊടുത്തിരിക്കുന്നത്. Xiaomiൻ്റെ ബ്രാൻഡിങ് കാണാം. നല്ല ഒരു മാറ്റ് ഫിനിഷാണ്. പവർ ആൻഡ് വോളിയം കീസ് ഇവിടെ സൈഡിൽ കാണാം. മുകൾ ഭാഗത്ത് സ്പീക്കേഴ്സ് ഉണ്ട്. 2 സ്പീക്കറും IR ബ്ലാസ്റ്ററും ഉണ്ട്. താഴെയും സ്പീക്കറുണ്ട്. USB Type-C പോർട്ടും പിന്നെ ഒരു സിം കാർഡ് ട്രേയും കാണാം. ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ടില്ല.
പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കാണാം. ബെസൽസ് എല്ലാം തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇത് WQHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. നല്ല പ്രീമിയം മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 8.16 ആണ് ആണ് തിക്നെസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 205 grams ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ എന്ന് പറയുക. ഭയങ്കര ഒരു ഹെവി ഡിവൈസോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ ഡിവൈസോ എന്നല്ല, നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഡിസ്പ്ലേയാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. WQHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 6.73 inches AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ്. 3200x1440 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. LTPO ഡിസ്പ്ലേ ആണ്. 522 പിക്സൽസ് per inch ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് 480 Hz. എന്താ പറയുക, റിഫ്രഷ് റേറ്റ് ആണ് 120 Hz ആണ് വരുന്നത്. ഇത് 1 billion കളേഴ്സ്, അതായത് 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. കളർ ഗ്യാമറ്റ് DCI P3 കളർ ഗ്യാമറ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ HDR10+ സപ്പോർട്ടുണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1500 ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് പറഞ്ഞാൽ അറൗണ്ട് 1000 nits ആണ്. അപ്പോൾ നല്ല ഒരു ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ റീഡിംഗ് മോഡ്, സൺലൈറ്റ് മോഡ്, പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ ഗ്രേഡിംഗ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ മേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ കാറ്റഗറിയിലെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു സർട്ടിഫിക്കേഷനാണ്, കാരണം അത്രയും മികച്ച ഡിസ്പ്ലേ ആണെന്നാണ് ഷവോമി അവകാശപ്പെടുന്നത്. ആക്ച്വലി നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിലും കളേഴ്സും വൈബ്രൻസി ലെവൽസും അത്ര എല്ലാം കൊണ്ട് തന്നെ ഒരു മികച്ച ഡിസ്പ്ലേ പാനലാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. ഇതിനകത്ത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത് ഷവോമിൻ്റെ എല്ലാ ഡിവൈസിലും വരുന്നത് MIUI ആണ്. ഇവിടെ നമുക്ക് MIUI 13 ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ Android 12 ആണ്. ഓൾ സ്പെക്സ് എടുത്ത് കഴിഞ്ഞാൽ 2 RAM വേരിയൻ്റ് ആണ് അവൈലബിൾ ആണ്. 12GB റാമും അതിൽ 3GB അഡീഷണൽ ഇതുണ്ട്. പിന്നെ 8GB റാമും, അങ്ങനെ 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. MIUI ആക്ച്വലി വളരെ പോളിഷ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ സൈഡ് ബാർ ഉണ്ട്, ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, ലൈറ്റ് മോഡ് ഉണ്ട്, സെക്കൻഡ് സ്പേസ്, ഫ്ലോട്ടിംഗ് വിൻഡോ, അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് MIUI ഓഫർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് ഡിവൈസസിൽ കാണുന്ന MIUI എക്സ്പീരിയൻസ് അല്ല ഷവോമീൻ്റെ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസിൽ വരുന്നത്. ഇവിടെ ആക്ച്വലി വളരെ റിഫൈൻഡ് ആണ്. നമ്മളിപ്പോൾ യൂസേജിലൊന്നും ബഗ്സോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴേ നമ്മൾ ക്ലിയറായി പറയാൻ പറ്റുള്ളൂ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. എങ്കിലും നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് MIUI 13 ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. കാര്യം ഇതിനകത്ത് 50 MP ക്യാമറയാണ് വരുന്നത്. കണ്ടില്ലേ, എല്ലാ ക്യാമറയും 50 MP ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറേൻ്റെ ഇതൊന്ന് നോക്കാം, സ്പെസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇത്തവണ ഷവോമി പറയുന്നത് വെച്ചാൽ ക്യാമറ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏത് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്താലും കളർ സയൻസ്, അതായത് കളർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പ്രൈമറി ക്യാമറ 50 MP ക്യാമറയാണ്. f1.9 അപ്പേർച്ചറാണ്. ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു 50 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. f2.2 അപ്പേർച്ചറാണ്. 115 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു ടെലിഫോട്ടോ ലെൻസാണ്. 50 MP 2x ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസ് 2x ഒപ്റ്റിക്കൽ സൂമുള്ള f1.9 അപ്പേർച്ചർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സെൽഫി ക്യാമറയാണ്, ഒരു 32 MP സെൽഫി ക്യാമറയാണ്. ഈ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് പർട്ടിക്കുലർലി 8K at 24 FPS ഉണ്ട്, 4K 60, 4K 13, അതേപോലെ 1080p 13, 60 അവൈലബിൾ ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്. മോഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഷോർട്ട് വീഡിയോ, മൂവി എഫക്ട്സ്, വ്ളോഗ് മോഡ്, നൈറ്റ് മോഡ്, സൂപ്പർ മൂൺ, ലോങ് എക്സ്പോഷർ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ്. നല്ല ഒരു കിടിലം ക്യാമറ സെറ്റപ്പാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Xiaomi 12 Pro എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു മികച്ച ക്യാമറ സെറ്റപ്പാന്ന് പറയാം. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കളർ കൺസിസ്റ്റൻസി തന്നെയാണ്. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. ലോ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മികച്ച ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. സെൽഫീസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓവറോൾ നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് Xiaomi 12 Pro ഓഫർ ചെയ്തിരിക്കുന്നത് ക്യാമറയിലൂടെ.
ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 4600 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഞാൻ നേരത്തെ 4700 എന്ന് പറഞ്ഞു, 4600 ആക്ച്വലി ബാറ്ററി. 120 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മിനിറ്റ്സ് ആണ് ഇത് എടുക്കുക ബൂസ്റ്റ് മോഡിൽ. ബൂസ്റ്റ് മോഡ് ഓൺ ചെയ്തില്ലെങ്കിൽ 24 മിനിറ്റ്സ് ആണ് ഫുൾ ചാർജിന് എടുക്കുന്നത്. പിന്നെ അതേപോലെ 50 വാട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അത് 42 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് 100% ചാർജ് ചെയ്യാൻ. 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണം. അത് വേറൊരു ഫോൺ നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 120 വാട്ട് ചാർജറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോബ്ലി 4600 എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പവർഫുൾ ഹാർഡ്വെയർ എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു 5000 ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു ഷവോമി 12 പ്രോൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ നല്ല ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് ഷവോമി 12 പ്രോയിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ആൻഡ്രോയിഡ് ഫോൺസിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഹാർഡ്വെയർ ആണ് ഇതിലും കിട്ടുന്നത്. അതേപോലെ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ നമുക്കൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് ഷവോമി 12 പ്രോയിൽ കൂടെ. അപ്പോൾ ഇത് 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആണ്. 8GB റാമും 256GB സ്റ്റോറേജും, 12GB റാമും 256GB സ്റ്റോറേജും. ബേസ് വേരിയൻ്റെ വില 62,999. അതേപോലെ 12GB റാമിൻ്റെ വില 66,999. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഓഫറിലൂടെ മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി ഒരുപാട് ഡിസ്കൗണ്ട്സും കാർഡ് ഓഫേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നല്ല ഒരു ബിലോ 60,000 പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഷവോമി 12 പ്രോൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷവോമി 12 പ്രോ നിങ്ങൾക്ക് me.com-ലും അതേപോലെ തന്നെ ബാക്കി ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു ഷവോമി 12 പ്രോൻ്റെ അൺബോക്സിംഗ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.